നമുക്ക് ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അല്ലെ, നമുക്ക് നമ്മുടെ കാര്യത്തിൽ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യര് ഏറ്റവും സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ കരുതലോടെ നമ്മളുടെ കാര്യങ്ങൾ ഇടപെടും എന്ന് നമുക്ക് ഒരു ഉറപ്പില്ലാത്ത സമയത്താണ് ഈശോ ഈ വചനം തരുന്നതെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പവറാണ്. അല്ലെ, ആണോ? അതായത് നമുക്ക് ഉത്കണ്ഠ ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ ഈശോ അങ്ങനെ പറയുന്നത്. അല്ലെ, വളരെ സമാധാനത്തിലിരിക്കുമ്പോ ഈശോ പറയും നിങ്ങള് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ അനക്കവും സ്പാർക്ക് ചെയ്യുന്നത് എവിടെയാ? ഈശോയുടെ ഹൃദയത്തിലാണ്, ചിന്തയിലാണ്. അല്ലെ, അതുകൊണ്ടാണ് ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്നവൻ ദൈവം മാത്രമാണെന്ന് പറയുന്നത്. അല്ലെ, നമ്മളിപ്പോ ഇവിടുന്ന് ദുഷിപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ കിട്ടുന്നത് എവിടെയാ? ദൈവത്തിന് സിഗ്നൽ കിട്ടും. നമ്മൾ നന്മ ചെയ്യുമ്പോ അപ്പോഴും നന്മയുടെ സിഗ്നൽ കിട്ടുന്നത് ദൈവത്തിനാ. അപ്പം നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോ ദൈവത്തിന് സിഗ്നൽ കിട്ടും. എന്താണ്? ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട മിക്കവർക്കും ഉള്ളൊരു രോഗമാണ് ടെൻഷൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തൊണ്ടയുടെ അസുഖം, ഇപ്പൊ വർഷങ്ങളോളമായി എനിക്ക് തൊണ്ടവേദന മാറുന്നേ ഇല്ല. പിന്നെ ഒരു നല്ലൊരു ശതമാനവും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു ചിന്തയിലൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ തൊണ്ടയ്ക്ക് വയ്യാന്നുണ്ടെങ്കിലും പള്ളിയിൽ പാടാനും പിന്നെ ശുശ്രൂഷകൾക്കൊക്കെ എനിക്ക് തൊണ്ട വേണം, സംസാരിക്കാൻ തൊണ്ട വേണം. പിന്നെ വീട്ടിലാണെങ്കിൽ 2 മക്കളോട് സംസാരിച്ച് വരുമ്പോ തന്നെ നമ്മളുടെ പകുതി ആരോഗ്യം നഷ്ടപ്പെടും. അപ്പം എല്ലായിടത്തും ഈ ആരോഗ്യ തൊണ്ടയുടെ മേഖലയിൽ നമുക്ക് ശബ്ദമില്ലാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോ ഇവിടെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാൻ, ദൈവമേ ഈശോയെ സ്വീകരിക്കുമ്പോ അവിടെ കൂടിയല്ലേ അങ്ങോട്ട് ഇറങ്ങിപ്പോണത്, അവിടെ ഒന്ന് തൊട്ട സൗഖ്യപ്പെടാവുന്ന കാര്യമുള്ളൂ. ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഒന്ന് വിചാരിച്ചാ പോരെ, പെട്ടെന്ന് തന്നെ കാര്യം നടക്കുമല്ലോ. അപ്പൊ മിക്കപ്പോഴും എന്നെ ഓർപ്പിക്കുന്ന വചനഭാഗമാണ്, നിനക്ക് എന്റെ കൃപ മതി. നിനക്ക് എന്റെ കൃപ മതി. നിന്റെ ബലഹീനതയാണ്, നിന്റെ തൊണ്ടവേദനയാണ് എനിക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ടൂള്. അപ്പൊ ചിലപ്പോ നമ്മള് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന നാവുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ദൈവകാര്യങ്ങൾ ദൈവ ശുശ്രൂഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മ പച്ചയായ മനുഷ്യനാണ്. അല്ലെ, പച്ചയായ മനുഷ്യൻ, പച്ചയായ ജീവിതം. അപ്പൊ അവിടെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വലിയ വിശുദ്ധിയിലൊന്നല്ലെങ്കിലും ഉള്ള വിശുദ്ധി ചോർന്നു പോകാൻ 100% സാധ്യതകളുണ്ട്. അപ്പൊ എന്തു പറ്റും? അവിടെ എല്ലാം പിടിച്ചു നിൽക്കണ്ടേ? അല്ലെ, അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസ തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉത്കണ്ഠ. വിശ്വാസം ഉള്ളവർക്കും ഉണ്ട് ഉത്കണ്ഠ, വിശ്വാസം ഇല്ലാത്തവർക്കും ഉണ്ട് ഉത്കണ്ഠ. വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താ? ജീവിതത്തെ കുറിച്ചുള്ള ഉത്കണ്ഠ. വിശ്വാസം ഉള്ളവർക്ക് നമ്മുടെ വിശ്വാസ മേഖലകളിൽ എങ്ങനെ മുന്നോട്ട് പോകും, ഈ കാലഘട്ടത്തിൽ എങ്ങനെ പോകും, പ്രാർത്ഥന ജീവിതവും ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും കൂടി രണ്ടും എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന നാവുകൊണ്ട് തന്നെ മോശമായ കാര്യങ്ങൾ ചിലപ്പോൾ കുറ്റം പറയേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ സ്വാഭാവികമായ രീതികളാണ്. പറഞ്ഞു പോകുന്നത് കർത്താവിന്റെ മുമ്പിൽ വില കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഓർപ്പിച്ചു. അപ്പൊ നമുക്കൊരു ഉത്കണ്ഠയായി. അല്ലെ, ഉത്കണ്ഠ വരാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഈശോ പറയുന്നത് എന്താ? ചെറിയ കാര്യമായാലും വലിയ കാര്യങ്ങളായാലും എന്തുണ്ട്? നമുക്ക് ഉത്കണ്ഠയുണ്ട്. പക്ഷെ ഈശോ പറയാണ് അത് കർത്താവിനെ ഏൽപ്പിക്കാൻ. കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും.
അവിടുത്തെ കാര്യത്തില് അവിടുത്തെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ഇതിന്റെ മുഴുവൻ വചനഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോ 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ 8 വചനം പറയുന്ന 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. ലോകം മുഴുവനുള്ള സഹോദരങ്ങൾ എന്ന് പറയുമ്പോ ആരാണ്? ലോകം മുഴുവനിൽ നിന്നും ഉള്ള അനേക സഹോദരങ്ങളുണ്ട്. ആരാണ്? വിശുദ്ധര്. നമ്മുടെ സഹോദരങ്ങൾ തന്നെയല്ലേ വിശുദ്ധര്? അപ്പൊ ആ വിശുദ്ധര് ഇതുപോലെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോഴേക്ക് അനുഭവിച്ച സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പീഡകളും ഒക്കെ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോ വിശ്വാസം, അതായത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, നിന്നുകൊണ്ട് അവനെ എതിർക്കുക. അതായത് വിശ്വാസം ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് വീണു പോകും. വീഴ്ച എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ എഴുന്നേറ്റ് വരാനായിട്ട്, രണ്ടാമത് റിക്കവർ ആകാനായിട്ട് ഭയങ്കര പ്രയാസം. പക്ഷെ വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ആയിരുന്നുകൊണ്ട് തളർന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ ദൈവം കൂടെയുണ്ട്. പ്രത്യേകിച്ച് 8-ാമത്തെ വചനം നമ്മൾ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു വചനമാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ അന്വേഷണത്തില് എന്നെയും നിങ്ങളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? എന്നെയും നിങ്ങളെയൊക്കെ അന്വേഷിക്കുമ്പോ കണ്ടെത്തുന്ന സമയത്ത് അവൻ അത്യധികം എന്ത് സംഭവിക്കും? സന്തോഷിക്കും. ഇന്ന് എനിക്കൊരു ഇര കിട്ടി. അല്ല, ഒരു നിമിഷത്തിൽ, ഓരോ സെക്കൻഡിലും അത് സംഭവിക്കുന്നുണ്ട് അല്ലെ? ഓരോ സെക്കൻഡിലും പിശാച് ഇങ്ങനെ, അവന് ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലെ? പരിശുദ്ധാത്മാവിന് ഒറ്റ ആള് മതി, പരിശുദ്ധാത്മാവ് മാത്രം മതി. പക്ഷെ ദുഷ്ടാത്മാവിനോ, അവന് കുറെ സഖ്യങ്ങളുണ്ട്, കുറെ ദുഷ്ടാരൂപികളുണ്ട്. അപ്പൊ നമ്മള് ആരുടെ പക്ഷത്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ വിശ്വാസം എങ്ങനെ വിശുദ്ധിയിൽ നിലനിർത്തണമെന്ന് നമ്മളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നല്ല വിശ്വാസത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ട്? പരീക്ഷണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം അല്ലെ? ഇപ്പോ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല 2-ല് 3-ല് അങ്ങനെ കയറി പോരുന്ന PG വരെ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തൊക്കെ എടുക്കുന്ന എക്സാമിനേഷൻ ഒക്കെ കുറേയും കൂടി, ഒത്തിരിയും കൂടി നമ്മളുടെ ബുദ്ധിയും കഴിവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് എക്സാമിനേഷൻ പോകുന്നത് അല്ലെ? അപ്പോ ഇവിടെയൊക്കെ നമ്മള് നോർമൽ പഠനം പറ്റില്ല, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നമ്മുടെ വിജ്ഞാനം പറ്റില്ല. കുറച്ചും കൂടി നല്ല ജാഗ്രത വേണം, കുറച്ചും കൂടി അറിവ് വേണം, കുറച്ചും കൂടി ഉത്സാഹം വേണം. എന്നാൽ നമ്മൾ അധ്വാനിക്കുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഓരോ എക്സാമിനും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകവുമായിട്ട് നമ്മുടെ ആത്മാവ് എന്നും യുദ്ധം ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. കേൾക്കാവോ? കേൾക്കാം. നമ്മളുടെ വിശ്വാസമാണ് നമ്മളുടെ ശക്തി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എതിർക്കാൻ, പ്രതിരോധിക്കാൻ പറ്റും. വിശ്വാസം നമുക്കൊരു പരിചയമാണ്. പരിചയമില്ലാതെ, നമുക്ക് കയ്യിലൊരു ആയുധവും ഇല്ലാതെ നമ്മൾ വെറുതെ നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, പക്ഷെ പിശാച് നോക്കുമ്പോ പല ആയുധങ്ങളും കാണാറുണ്ടോ? വിശുദ്ധരുടെ ജീവിതത്തില് പലരുടെയും കൈകളിൽ ആയുധങ്ങള് അവരുടെ ഒന്നില്ലെങ്കിൽ ജപമാല ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വിശുദ്ധി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സഹനങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പരിത്യാഗങ്ങളായിരിക്കും, അവരുടെ എളിമയായിരിക്കും. അങ്ങനെ ഒരുപാട് ആയുധങ്ങള് അല്ലെ? പരിശുദ്ധ അമ്മയുടെ കയ്യിൽ എപ്പോഴെങ്കിലും ടൂൾ ഉണ്ടായിട്ടുണ്ടോ? ആയുധങ്ങൾ കണ്ടിട്ടുണ്ടോ?
ആ ഇല്ല, അമ്മ എപ്പോഴും ഫ്രീ ആയിട്ടാ ഇരിക്കുന്നത്. നമ്മുടെ കൈ ഇങ്ങനെ നിവർന്ന് മക്കളെ ആലിംഗനം ചെയ്യാൻ ഇങ്ങനെ. പക്ഷെ അമ്മയെ എന്തിനാ പിശാച് ഇത്രയും പേടിക്കുന്ന വെച്ചാല് അമ്മയുടെ ജീവിതം അറിയാം, ആത്മാവ് എന്താണെന്ന് അറിയാം, അമ്മയുടെ സങ്കടങ്ങള് വേദനകൾ എന്താണെന്ന് അറിയാം, അതിലുള്ള പരിശുദ്ധി എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പിശാചിന് പരിശുദ്ധ അമ്മ ഇത്രയും ഭയം. പിന്നെ പരിശുദ്ധ അമ്മ എന്താണ്, ഈ ഭൂമിയില് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയും കൂടിയാണ്. പക്ഷെ സ്വർഗത്തില് അത്രമാത്രം ഹോൾഡ് ഉള്ള ഒരു വ്യക്തി അമ്മ കഴിഞ്ഞിട്ടാ ഉള്ളൂ സൃഷ്ടികളില്. അപ്പൊ അത്രമാത്രം ആ ഒരു അധികാരം ഉണ്ടായിരിക്കെ തന്നെ അമ്മ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളും വേദനകളൊക്കെ വെച്ച് നോക്കുമ്പോ ഒത്തിരി അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മള് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഈ വചനഭാഗം നമ്മുടെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്ന്, നമ്മൾ പ്രവൃത്തികളിലേക്കാൾ മുമ്പ് വരുന്നത് എന്താണ്? ചിന്തകളാണ്. അല്ലെ? ചിന്തകളല്ലേ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത് ആദ്യം. ആ ചിന്തകളാണ് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്. ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ ഇരുന്ന് ചില മനുഷ്യര് വെറുതെ ഇരുന്ന് ചിന്തിച്ച് അനാവശ്യമായ ചിന്തകള് വലിയൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കാരണം അവർക്ക് വേറെ ജോലികളൊന്നുമില്ല. ചില പ്രായമുള്ളവർ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ ഡിപ്രഷൻ കൂട്ടും. പിന്നെ പ്രായമില്ലാത്ത ആൾക്കാർക്കും ഡിപ്രഷനുണ്ട് അല്ലെ? ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ ഡിപ്രഷൻ വരുന്നതിന്റെ കാര്യം എന്താ? അവരുടെ ആ പ്രായത്തിനേക്കാൾ വലിയ പ്രവൃത്തികളാണ് ഇന്ന് നടക്കുന്നത് അല്ലെ? ഇന്നലെ എന്നോട് ഹസ്ബൻഡ് ഒരു വാർത്ത വന്ന് പറഞ്ഞു. എനിക്ക് വണ്ടറടിച്ചു പോയൊരു വാർത്തയായിരുന്നു. കാരണം 3 പെൺകുട്ടികളാണ്. അത് എനിക്ക് തോന്നുന്ന ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കേട്ടില്ല. ഇങ്ങനെയുള്ള കുറെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയണം. കാരണം നമുക്ക് കുറെയൊക്കെ കേട്ട് ഇപ്പൊ ഒരു വാർത്തയും നമുക്ക് സന്തോഷിക്കാനോ സമാധാനപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വാർത്തയും കിട്ടുന്നില്ല. അപ്പൊ എല്ലാം കിട്ടുന്നതും കാണുന്നതും കേൾക്കുന്നതെല്ലാം ഈ നെഗറ്റീവാണ്. നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും മേല് ദുഷ്ടൻ നെഗറ്റീവ് എനർജി ഇൻജെക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോ ആ വാർത്ത ഇങ്ങനെയാണ്. 3 പെൺകുട്ടികളാണ്. അതില് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് മറ്റു 2 പെൺകുട്ടികൾ ഇവളുടെ കൂട്ടുകാരിയാണ്. അപ്പോ ഈ 2 പെൺകുട്ടികളും ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടീനെ പ്രാങ്ക് ചെയ്തതാ. അതായത് എന്താ പറ്റിക്കുന്ന പരിപാടി. അത് ഓൺലൈനിൽ, അത് ഫേസ്ബുക്കിൽ വേറൊരു അക്കൗണ്ട്, ഫേക്ക് അക്കൗണ്ടിൽ കൂടി കയറി ഒരു ആണിന്റെ അക്കൗണ്ട് ആക്കി അവിടെ നിന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്ത് അവസാനം ചീറ്റിങ്ങിലേക്ക് വന്നു. അങ്ങനെ ഈ പെൺകുട്ടി ആദ്യത്തെ ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ പ്രഗ്നന്റ് ആയി. അപ്പൊ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഈ ചാറ്റ് ചെയ്ത ആളുമായിട്ട് ഭയങ്കര പ്രണയമായി. പിന്നെ അതായത് അങ്ങനെ ഒരു മനുഷ്യനില്ല. വെറുതെ മെസ്സേജ് ഇട്ട്, കൂട്ടുകാര് തന്നെ മെസ്സേജ് ഇട്ട് പ്രാങ്ക് ചെയ്തതാ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ധാരണയില് തെറ്റിദ്ധരിച്ച് ഈ പെങ്കൊച്ച് ആ ചാറ്റിങ്ങിനോട് ആ വ്യക്തിയോട് ഭയങ്കര പ്രണയമായി. അവസാനം ശരിക്കുള്ള ഭർത്താവിൽ നിന്നുണ്ടായ കുട്ടിയെ പ്രസവിച്ചിട്ട് ആ പെണ്ണ് തന്നെ അതിനെ കൊന്നുകളഞ്ഞു. കാരണം കാമുകന്റെ കൂടെ പോകാനുള്ള ഭയങ്കരമായ പ്രേമം. അത്രമാത്രം അധപതിച്ചൊരു ലോകമാണ്. എന്നിട്ട് പോലീസ് കേസായി, പെണ്ണിനെ പിടിച്ചു. അപ്പോ ഇത് എന്താണ് കേസ്? അന്വേഷണത്തില് ഈ ചാറ്റ് കണ്ടുപിടിച്ചപ്പോഴേക്കും ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ടിൽ നിന്ന് ആരാണെന്ന് നോക്കിയപ്പോ കൂടെയുള്ള കൂട്ടുകാരി പെമ്പിള്ളേരാണ് ചെയ്തത്. പെമ്പിള്ളേര് എന്നിട്ട് 2 പേരും പോയി പുഴയിൽ ചാടി ചത്തു. നോക്കണേ, എന്തെല്ലാം അവസ്ഥകളാണ് ഈ ലോകത്ത് നടക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും വിചിത്രമായ മരണങ്ങളും ദുരൂഹത നിറഞ്ഞ കൊലപാതകങ്ങളുമാണ് ഓരോ ദിവസവും. വിചിത്രമാണ്. അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മരണങ്ങളും കൊലപാതകങ്ങളും ദുരൂഹതകളൊക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്, വാർത്തകൾ. ഇപ്പൊ ഈ തലമുറ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്കണ്ഠപ്പെടുന്ന ഒരു ജീവിതമാണ്. കാരണം ഈ വാർത്തകൾ കേട്ട് തന്നെ തല മരവിച്ചു പോകും. നമുക്ക് കിട്ടുന്ന എനർജി ഏതാണോ അതാണ് നമ്മളെ ഭരിക്കുന്നത്. കിട്ടുന്ന ഊർജം പോസിറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള
ആ ഒരു ഊർജം നമുക്ക് പോസിറ്റീവ് എനർജി തരും. നമ്മള് തളർത്തുന്ന വാക്കുകളാണ് നമ്മളെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ മാനസികമായ ആ വ്യക്തിക്ക് തളർന്നു പോകും. പക്ഷെ അതിനേക്കാൾ അനുഗ്രഹമായിട്ടുള്ള ഒരു വാക്കാണ് നല്ല എനർജി കിട്ടുന്ന തരത്തിലൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്ര തളർന്നിരിക്കുമ്പോഴും എന്തുണ്ട്, നമുക്ക് അതിജീവിക്കാനായിട്ട് എന്തുണ്ട്, അവസരമുണ്ട് അല്ലേ? ഉണ്ടോ? അവസരമുണ്ടോ? പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാല് പോസിറ്റീവ് എനർജി കിട്ടും, നെഗറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാല് നെഗറ്റീവ് എനർജി കിട്ടും. അപ്പൊ നമ്മള് ഇന്ന് പോസിറ്റീവ് എനർജി ആരെങ്കിലും വിൽക്കുന്നുണ്ടോ? എല്ലാ പോസിറ്റീവ് എനർജി വിൽക്കുന്നത് ഇന്ന് കാശ് കൊടുത്തിട്ടാണ് അല്ലേ? നമ്മൾ ഇപ്പൊ യൂട്യൂബോ വാട്സപ്പോ ഫേസ്ബുക്കോ എന്തിലെ കൂടി ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ പുറകില് അവരെന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു 95% കുറഞ്ഞത് ഒരു 95% ചിലപ്പോ ജെനുവിൻ ആയിരിക്കും. ലാഭങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കോ വേണ്ടി ചെയ്യുന്നുണ്ടാവാം. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഒരു 95% പോസിറ്റീവ് എനർജി ഈ കാലഘട്ടത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലൊരു ലാഭം അല്ലെങ്കിൽ അതിന്റെ പുറകിലൊരു വലിയൊരു ബിസിനസ് കണ്ടിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം. അപ്പോ ഇതിന്റെയൊക്കെ ഇടയിൽ നമുക്ക് എങ്ങനെയാ ഈ ഉത്കണ്ഠയും അസ്വസ്ഥതകളൊക്കെ മാറി നമ്മൾ ആരുടെ പുറകെ പോകും? ലോകം വെച്ച് നീട്ടുന്ന കുറെ ഓഫറുകളുണ്ട്, ലോകം വെച്ച് തരുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പുറകെ പോയ നമ്മളുടെ ജീവിതം സക്സസ് ആവോ, അവസാനം വരെ നിൽക്കോ, രക്ഷപ്പെടോ ഒന്നും ഒരു ഉറപ്പില്ല. ഇന്ന് വരുന്ന ഓഫറുകളൊക്കെ എല്ലാം ഫേക്കാണ്, എല്ലാം തട്ടിപ്പാണ്. അവരവരുടെ ലാഭം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്, നമ്മുടെ നഷ്ടമാണ്. അപ്പൊ നഷ്ടത്തിന്റെ മുമ്പിലായിരിക്കും നമ്മള്. അവര് ലാഭം എടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്ന അനുഭവം നഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ ആരുടെ പുറകെ പോകും? അപ്പോ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങളുടെ കാര്യത്തില് ഞാൻ ശ്രദ്ധയുള്ളവനാണ്, സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവമാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കാര്യത്തില് ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് എന്താന്ന് പറയണേ? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവേൻ, ദൈവത്തെ ഏൽപ്പിക്കാൻ. പിന്നെന്താ? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴില് താഴ്മയോടെ നിൽക്കണം. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴില് താഴ്മയോടെ നിൽക്കണം. നമ്മള് ദൈവത്തെക്കാൾ വലിയ ജ്ഞാനവും അറിവുള്ളവരായിട്ട് കരുതുന്ന ഇന്ന് ഒരുപാട് ആത്മീയതയിലുണ്ട്, ഭൗതികതയിലുണ്ട്. ജ്ഞാനികൾ എന്ന് ഭാവിക്കുന്നവർ, അതാണ് ഈശോ വചനത്തിൽ തന്നെ സ്വയം ജ്ഞാനി എന്ന് ഭാവിക്കരുത് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവവിചാരത്തോടെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് നന്നായി ജീവിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഉത്കണ്ഠകളില്ലാത്ത മനുഷ്യരില്ല. ഞാനും നിങ്ങളൊക്കെ പല തരത്തിലും പല അവസ്ഥകളിലൊക്കെ മക്കളെ കുറിച്ചും ജീവിത മേഖലകളെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഭാവിയെ കുറിച്ചൊക്കെ ഒരുപാട് ഉത്കണ്ഠകള് നമ്മളെ അനുനിമിഷം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈശോ പറയാണ്, നിങ്ങളതൊന്നും ഓർത്ത് അസ്വസ്ഥപ്പെടുത്തേണ്ട, സമയത്തിന്റെ തികവിലെല്ലാം ക്രമീകരിച്ചു തരാൻ എനിക്ക് കഴിവുള്ളവനാ, ഞാൻ കഴിവുള്ളവനാ, എനിക്ക് അസാധ്യമായിട്ട്. അപ്പൊ എന്തായാലും ആണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി നമ്മള് ഒന്നാമത്തെ വാക്യം, അതായത് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം. ഒരു വ്യക്തിക്ക് സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഭാര്യയാണ്, ഭർത്താവിന് കീഴ്പ്പെട്ട് നിൽക്കണമെന്ന് നമ്മള് വിശുദ്ധ കൂദാശയിൽ കൂടി ദൈവം നമ്മളെ കൂദാശ വഴിയാണ്, വിവാഹം എന്ന കൂദാശ വഴിയാണ്
ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നത്. അല്ലെ? ആണോ? വിധേയപ്പെട്ട് നിൽക്കണം, അല്ലെ? സറണ്ടർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് പരസ്പരം ഒരു ധാരണയിൽ ജീവിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കും എന്റെ ദൈവത്തോട് ഒരു പ്രത്യേകമായ ഒരു ധാരണ വേണം. എന്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ചിന്താബോധമുള്ള ഒരു വ്യക്തിക്ക് ഏതറ്റം വരെയും പോയി തകർന്ന് തളർന്ന് തകർച്ചയുടെ ഏറ്ററ്റത്ത് പോയാൽ അവിടെ നിന്ന് പിടിച്ചു കയറ്റാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യത. ധൂർത്തപുത്രന് തിരിച്ചു വരാമെങ്കിൽ, സാവൂളിന് പൗലോസാക്കാമെങ്കിൽ, അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി മനുഷ്യര് ദൈവകൃപയുടെ അങ്ങേയറ്റം നഷ്ടപ്പെടുത്തിയിട്ടും, അല്ലെ? ലോത്ത് നഷ്ടപ്പെടുത്തി. അതുപോലെ എന്താണ്, യാക്കോബിന്റെ സഹോദരൻ നഷ്ടപ്പെടുത്തി. പക്ഷെ ആബേല്, കായേലിന്റെ ജീവിതത്തില് കായേല് നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഇവരെയൊന്നും ദൈവം തള്ളിക്കളഞ്ഞില്ലല്ലോ, അല്ലെ? ആദവും ഹവ്വയും ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി. പെട്ടെന്ന് ഇവരെ ആരും ദൈവം തള്ളിക്കളഞ്ഞില്ല. കാരണം എന്താ? ദൈവത്തിനറിയാം ഓരോരുത്തരുടെയും ജീവിത അവസാനം എങ്ങനെയായിരിക്കണം. ദൈവത്തിന്റെ പദ്ധതികളിൽ ഇവർ എത്രമാത്രം എത്രമാത്രം ദൈവത്തിന്റെ പദ്ധതികൾ, ഇവരുടെ സ്ഥാനം. മഹാസമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം മാറ്റി വെച്ചാല് മഹാസമുദ്രത്തിലെ ആ ഒരു കുറവ് തന്നെയാണ്. എന്ന പോലെ തന്നെയാണ് ഓരോ ആത്മാവിന്റെയും ജീവിത വിജയം. അത് ദൈവം കാണുക, അത് നമ്മൾ അനുഭവിക്കുക. അതൊരു മഹാവിജയമാണ് ദൈവത്തിനെ സംബന്ധിച്ച്. അപ്പൊ അതിനോട് ഐക്യപ്പെട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിജയത്തെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് സ്വർഗമാണ്, അല്ലെ? ആണോ? നമ്മുടെ വിജയം ഏറ്റവും കൂടുതൽ ആദ്യം ആഘോഷിക്കുന്നത് സ്വർഗമാണ്. നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ഒരു വിശുദ്ധി കടന്നു വരുമ്പോൾ സ്വർഗം അത്രമാത്രം നമ്മുടെ കുടുംബത്തെ പ്രതി, നമ്മുടെ വ്യക്തി ജീവിതത്തെ പ്രതി, നമ്മുടെ ആത്മാവിനെ പ്രതി സന്തോഷിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് ബോധ്യത്തോടെ അറിയാൻ പറ്റാത്തത് കൊണ്ട് എന്താ, നമ്മൾ ഡെയിലി നമ്മളുടെ ഭക്ഷണം എന്തായി മാറുന്നു? ഉത്കണ്ഠയായി മാറുന്നു, അല്ലേ? ആണോ? അപ്പൊ യേശു പറയുന്നത് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തില് ശ്രദ്ധാലുവാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുവാണെങ്കിലും ഞങ്ങൾ പലപ്പോഴും അത് മറന്നു പോയിട്ടുള്ള ജീവിത മേഖലകളിൽ കൂടി ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവനും ഒക്കെ അപകടത്തിലാക്കിയിട്ടുള്ള എല്ലാ അവസ്ഥകളെയും അവിടുന്ന് കരുണയോടെ കാണണമേ എന്ന് പ്രാർത്ഥിക്കാം.